ഹലോ കൂട്ടുകാരെ, അപ്പോൾ എന്നത്തെ പോലെ ജീനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സുഖമില്ലാത്തതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് ഞാൻ തയ്യാറാക്കുന്നത്. നമ്മുടെ ഓലൻ. സദ്യകളിൽ നമ്മൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കറിയാണല്ലോ ഓലൻ. അപ്പോൾ അതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ളതാണ് നമ്മുടെ കുമ്പളങ്ങ, പിന്നെ വെള്ളപ്പയർ, അതായത് വൻപയർ തലേദിവസം കുതിരാൻ വെച്ചതാണ് കേട്ടോ. പിന്നെ പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, പിന്നെ നമ്മുടെ മെയിൻ താരമായ തേങ്ങാപ്പാൽ. ഒരു തേങ്ങയുടെ പാൽ ഞാൻ എടുത്തിട്ടുണ്ട്, തേങ്ങാപ്പാൽ. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വൻപയർ ഇട്ട് കൊടുത്തു. എല്ലാം കഴുകി വെച്ചിരുന്നതാണ് കേട്ടോ. വൻപയർ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ കുമ്പളങ്ങ, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, പിന്നെ പാകത്തിന് വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും സ്വാദിഷ്ടവുമായൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ നമ്മുടെ ഓലൻ എന്ന് പറയുന്നത്. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവർ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ആ കുമ്പളങ്ങ നമുക്ക് നല്ല വെന്ത് കിട്ടണ വരെയാണ് നമുക്ക് അതിൻ്റെ പാകം. പിന്നെ വൻപയർ തലേദിവസം കുതിരാൻ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിലാണ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. പാൽ മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിന് പകരം രണ്ടാം പാൽ ഒഴിച്ച് വേവിക്കാവുന്നതാണ്. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി വരരുത് കേട്ടോ. തിളക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് മുകളിൽ കൂടെ ഒന്ന് പരച്ചതിന് ശേഷം ഓഫാക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാവും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ബിഗിനേഴ്സിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ്. ഒരു പാടുമില്ല. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഓലൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്.